ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്, ഒരുപാട് കാലത്തിന് ശേഷം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലത്താട്ടോ ഗൈസ്, ഒറ്റപ്പാലം. അപ്പോൾ ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു മനയുണ്ട്, വരിക്കാശ്ശേരി മന എന്ന് പറയും, അവിടെ കേട്ടോ ഗൈസ്. പിന്നെ അവിടെ കണ്ടതിൻ്റെ തുണക്കാരനൊക്കെയാണ്, അതിൻ്റെ ബാക്കിലെ തുണക്കാരന്മാരൊക്കെയാണ് ഗൈസ് ആ സൈഡിൽ നിൽക്കുന്നതും. അപ്പോൾ ഗൈസിൻ്റെ തുണക്കാരന്മാരുടെ ബാക്കിലുള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ തുണക്കാരനാണ്. പിന്നെ നമുക്കിവിടെ കയറണമെങ്കിൽ 30 രൂപ കൊടുക്കണം കേട്ടോ, എൻട്രി ഫീ 30 രൂപ കൊടുക്കണം. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നതാണ് ഗെയ്സ്. എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പിന്നെ ഒരു ഇത് തോന്നിയപ്പോൾ അങ്ങ് എടുത്തു പോയെന്നേ ഉള്ളൂ ഗെയ്സ്. ഇതിൻ്റെ തുണക്കാരനാണ്, ഓന് വന്നേക്കാണ്ടു ഗെയ്സ്. വണ്ടിയിൽ ഗെയ്സ് അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട് കേട്ടോ, അത് കുളിച്ചും കൊണ്ടിരിക്കുകയാണ്. ആനാണോ അവിടെ വെള്ളം എടുത്ത് ഇതാക്കണം, ആന കുളിച്ചും കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മളെ വീഡിയോയിലേക്കാണ് പോകട്ടോ ഗെയ്സ്. അപ്പോൾ ഗെയ്സ്, ഇതാണ് വരിക്കാശ്ശേരി മന. അത് വരിക്കാശ്ശേരി മനയോട് കയറി വരുന്ന സ്ഥലമാട്ടോ ഗെയ്സ്. ഇവിടെ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, ഇവിടെ നിന്ന് കാർ പാർക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ബൈക്കാണെങ്കിൽ പുറത്തിടാം, കാറാണെങ്കിൽ ഉള്ളിലേക്ക് ഇടാം കേട്ടോ, ഉള്ളിലേക്ക് ഇടണം എന്നാണ്. അപ്പോൾ ഇതാണ് വരിക്കാശ്ശേരി മന ഗെയ്സ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കേട്ടോ നമ്മളിനി പോകാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം മുന്നിൽ കൊണ്ട് ഞാൻ ബാക്കിൽ വീഡിയോ എടുത്തുകൊണ്ട് ബാക്കിലാണ് വരുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഗെയ്സ്. ഞങ്ങളിപ്പോൾ ഈ വന്ന് കയറുമ്പോൾ ആൾക്കാർ കമ്മിയായിരുന്നു, പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ വന്നു കേട്ടോ ഗെയ്സ്. ഇതാണ് വരിക്കാശ്ശേരി മന കേട്ടോ ഗെയ്സ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം, നമ്മളെ ഫ്രണ്ട് ഭാഗം എടുത്താൽ വേണ്ടി അവിടെ ഡിസ്റ്റൻസ് നീങ്ങി പോയാണ് ഗെയ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം ഗെയ്സ്. ഒന്ന് ആലോചിച്ച് നോക്കി ഗെയ്സ്, മോഹൻലാലും മമ്മൂട്ടിയും ഇവരൊക്കെ അഭിനയിച്ച മനയിലേക്ക് വരിക. ഓ, അത് വേറെ ഫീലാണ് ഗെയ്സ്. ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട് ഗെയ്സ്, എല്ലാവരും അവിടെ. ഞാൻ പറഞ്ഞു നിർത്തിയൊന്നല്ല കേട്ടോ ഗെയ്സ്, ഞാൻ പറഞ്ഞു നിർത്തിയൊന്നല്ല. പിന്നെ രണ്ട് ചേട്ടന്മാരവിടെ കടന്നുറങ്ങുന്നുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. ഒരു ആന, നമ്മളടുത്ത് കണ്ട ആനല്ലേ ഇൻട്രോയിലെ ആന ഉണ്ട് അവിടെ. അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. സൈലോക്കിലൊക്കെ ഉണ്ടാകുന്ന ഗെയ്സ്, ആ ബാക്കിലെ പിക്ചേഴ്സൊക്കെ നോക്കും ഗെയ്സ്. ഇവിടെ വേറെ ചേട്ടന്മാരോട് വന്നാൽ കേട്ടോ ഗെയ്സ്. എൻ്റെ ഫ്രണ്ട്സ് തൂണ്ട മറവിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എനിക്ക് കയറി കേട്ടോ. ഉള്ളിലേക്ക് കയറിയുമ്പോൾ ആദ്യം തന്നെ അകത്ത് മറ്റേ ആ ചെറിയ മഴയിൽ അകത്തേക്ക് വെള്ളം ചാടുന്നത് നോക്കിയ ഗെയ്സ്, നല്ല രസമല്ലേ കാണാൻ ഗെയ്സ്. പിന്നെ അവിടെ തുളസിത്താറുണ്ട് ഗെയ്സ്. പിന്നെ ഇതാണ് നമുക്ക് കയറുന്ന വയ്യ. പിന്നെ സൈഡിലുണ്ടല്ലോ ഗെയ്സ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പാക്കല്ല മനയാവുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട് ഇവിടെ. പിന്നെ ഉള്ളതൊക്കെ നല്ല അടിപൊളി നല്ല മരം കൊണ്ട് ചെയ്താട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് കാര്യങ്ങളും മരം കൊണ്ട് ചെയ്തതാണ്, അതിൻ്റെ അടിപൊളിയാണ്. പിന്നെ നമ്മളിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് സംസാരിക്കുന്ന കേസ്, നമുക്കിനി കുറച്ച് നേരം മ്യൂസിക് ആയിട്ട് പോവാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് പോയാൽ പിന്നെ അങ്ങനെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് അങ്ങനെ പോവാം കേട്ടോ കേസ്. അവിടെ അങ്ങോട്ട് നമുക്ക് പോകാം, അതിനോട് ഇങ്ങോട്ട് പോരാണ്. പിന്നെ അവിടെ കണ്ടില്ല കേസ്, ഒരു കോണിപ്പടി മാതിരി അങ്ങോട്ട് മേലേക്ക് പോകാം. ഒരു മേലെ വഴിയുണ്ട്, പക്ഷേ അവിടെ പൂട്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് അടുക്കള, അവിടുത്തെ അടുക്കളയും കാര്യങ്ങളൊക്കെ ആ പ്രേതസിനിമയിലുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ, അടുത്തും അവിടെ ഒരു കിണറുണ്ട്. അവിടെ അതിൻ്റെ കിണറിൻ്റെ അവിടേക്ക് വെള്ളം കോരുന്ന ഭാഗത്താണ് നോക്കാന്മാർ പോയി ഇരിക്കണത്. പിന്നെ അരി ആട്ടണ കല്ല്. എന്താ എൻ്റെ തുണക്കാരനെ കണ്ടിട്ട് കിണറിൻ്റെ ഇതിൻ്റെ പടവത്തായിരിക്കണത്, കവാടത്തിൻ്റെ അവിടെ. മറ്റൊന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഇരുന്ന് ഇതാക്കുകയാണ്. പിന്നെ ഇവിടെ ഒരുപാട് സിനിമകൾ, പിന്നെ പറഞ്ഞത് ഇവിടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ്. അവന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, കിണർ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ പറഞ്ഞല്ലോ അടുപ്പും കാര്യങ്ങളൊക്കെ. അതാണ് ആ കോണിപ്പടി അങ്ങനെ കയറി പോകുന്നത്. അതായത് നമ്മളെ ആനപ്പന്തി, ആനകളെ കെട്ടിയുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആനയൊന്നും ഇല്ലാത്തതുകൊണ്ട്
കാറ് പാർക്ക് ചെയ്യാണ്. അവിടുത്തെ രണ്ട് ലോറി ഉണ്ട്. അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ഗൈസ്. ആറാം തമ്പുരാനിലും ദേവാസുര ആറാം തമ്പുരാനിലും മറ്റേ കുളത്തുനിന്ന് പൊന്തിന്നൊക്കെയാണ്. പിന്നെ അതിൻ്റെ അവിടുത്തെ നമ്മളിപ്പോൾ ഇതിവിടെ അടുപ്പില്ല, ഇവിടെ അടുക്കളമാര് അടുപ്പൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത് കൃത്യമായിട്ടറിയില്ല, അതുകൊണ്ടിട്ട് അങ്ങനെ പറയുന്ന കേസ് ഉണ്ടോ. അടുപ്പ് ഇതിലാണ് ബ്രഹ്മയുഗത്തിൽ മറ്റേ പാചകം ചെയ്യുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നത്. പിന്നെ അവിടെ പോയി നോക്കി, പക്ഷെ പൂട്ടിയേക്കാണ്, അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റൂല. എന്താണ് നമ്മൾ കയറി വന്ന വയ്യ, അവിടെ നിന്ന് ഇങ്ങോട്ട് മേലൊക്കെ നമ്മൾ കയറിപ്പോയത്. അതിൻ്റെ സൈഡിലുള്ള വയ്യാണത് കിട്ടേണ്ട ഭാഗമുണ്ട്. പിന്നെ അത് പൂട്ടിയിട്ടിക്കാണ്. ഉള്ളിൽ ഒരു ചെറിയ റൂമാണ്, പക്ഷേ അതിനുള്ളിൽ നിറയെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ഒരു ഇരുട്ട് കുത്തിയ റൂമാണ്, പക്ഷേ ഞങ്ങൾ ലൈറ്റ് അടിച്ചിട്ടാണല്ലോ അത്ര ക്ലിയർ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ കേസ് ഇത് കണ്ടോ, തുളസി മറ്റേ നടുമുറ്റത്ത് എന്തോ ഒരു ഇതിൽ നിലത്ത് എന്തോ പ്രതിമ മാറി കുത്തിച്ച് തൊഴുത് കിടക്കുന്ന മരത്തിൽ കുത്തിച്ചൊരു പ്രതിമ. ഇപ്പോൾ പിന്നെ മഴയൊക്കെ തോർന്നു കേട്ടോ ഗൈസ്, മഴയൊക്കെ തോർന്ന് ഇതാണ് തുളസി തറ. പിന്നെ ഇതിൻ്റെ മേലെ ഭാഗത്തേക്ക് കയറാൻ പറ്റണില്ല ഗൈസ്. ഇതിൻ്റെ മേലെ ഭാഗത്തേക്ക് കടത്തി വിടാൻ പറ്റില്ല, കടത്തി വിടണില്ല. അവിടെയൊക്കെ പൂട്ടിയിട്ടിരിക്കാൻ റൂമുകളും കാര്യങ്ങളൊക്കെ. ഇതുണ്ടില്ലേ മേല് ഭാഗങ്ങളാണ്. ഇതുണ്ടല്ലേ ഗൈസ്, ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ കുത്തിയിരിക്കുക. സ്റ്റാറിൽ ശംഖ് ഒക്കെ കുത്തി വെച്ചിരിക്കുക ഗൈസ്. പിന്നെ ഉണ്ടല്ലേ ശൂലം, ഇതിൻ്റെ തുറക്കണ ഇതിന്മേൽ ശൂലം വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ളിൽ ഇഷ്ടിക വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ, എന്തിനാണെന്ന് അറിയില്ല, എന്തിനാണ് വെച്ചായിരിക്കും. ഇതുണ്ടല്ലേ ഗൈസ് വാതിലിൻ്റെ ലോക്കാണ്. ഇതൊക്കെ ലോക്കായ ഗൈസ് തുറക്കാൻ എങ്ങനെ കഴിയുക? അത് ലോക്ക് ചെയ്താൽ പിന്നെ തുറക്കാൻ കഴിയില്ല, അത്രയ്ക്ക് സെറ്റപ്പാണ് ഗൈസ്. പിന്നെ മരം തന്നെ അത് തുറക്കുമ്പോൾ അടക്കുമ്പോഴും ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോലും തുറക്കുമ്പോൾ അടക്കുമ്പോൾ ഒരു ഒച്ച തന്നു. പിന്നെ വന്ന് നോക്കേണ്ടി തുറക്കാനാണ്. അടക്കുമ്പോൾ തുറക്കുമ്പോൾ ഒരു ഒച്ച തന്നു ഗൈസ്. ലോയന്മാർ ഒച്ച അറിയും. ശബ്ദം ഡോർ അങ്ങോട്ട് അടക്കും ചെയ്തപ്പോൾ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് മറ്റേ ആ പറഞ്ഞില്ലേ കുളം, അതിലേക്കാട്ടോ. ആ കുളത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ ലേശം സ്പീഡ് കൂട്ടി കൊടുത്ത് വിടുന്നത്. അത് പിന്നെ എന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോയി, അതുകൊണ്ട് പിന്നെ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി കൊടുത്താണ് ഗീസ്. അവിടെ നിന്നാണ് മറ്റേ പ്രേതത്തിൽ അവിടെ നിന്നാണ് ആ പാവനെ കിട്ടണത്. ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കിടക്കുന്നില്ല, ആ ഭാഗത്തു നിന്നാണ് കിട്ടണത്. ആ ഭാഗത്തു നിന്ന് ഇതിൻ്റെ അടിക്ക് വഴിയുണ്ട്, മറ്റേ കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്, പക്ഷേ അതവിടെ അടച്ചിട്ടിരിക്കുകയാണ്, അവിടെ അങ്ങോട്ട് പോകാൻ വഴിയില്ല. അവിടെ കണ്ടില്ലേ ഗീസ്, 2 നീർക്കാക്കൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗീസ് ഇതിനിടയിൽ ആന ചീറുണ്ട്, അതെല്ലാവരും തിരിഞ്ഞു നോക്കണത്. പക്ഷേ ഞാൻ ശബ്ദം കുറച്ചുകൊണ്ട് ഞാൻ കേൾക്കണില്ല, ഇതിൽ വീഡിയോയിൽ കേൾക്കണില്ല. അവിടെ ആനപ്പോൾ ചീറി, അതാണ് എല്ലാം തിരിഞ്ഞു നോക്കിയത്. പിന്നെ ഇതാ മറ്റേ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ മറ്റേ ആറാം തമ്പുരാനിലില്ലേ ഡയലോഗ്, ആ സീനെടുത്ത സ്ഥലമാണ്, അമ്പലമാണത്. ഇത് കാവ്യയിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഡയലോഗ് ചോദിച്ച അമ്പലമാണ് കേസത്തെ. തുണക്കാരൻ നിന്ന് അതിൻ്റെ ചരിത്രമൊക്കെ വെച്ച് പറഞ്ഞിട്ടാണ്. പിന്നെ അപ്പോൾ നമുക്ക് നേരെ ആനനെ കാണാൻ പോകാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആനൻ്റെ എത്തി, ആന കുളിപ്പിച്ച് കൊണ്ട് കേട്ടോ. ആന കുളിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ആന നല്ല തലയിട്ട് ആട്ടുന്നുണ്ട് ഗൈസ്. ആന നല്ല കുറുമ്പനാണെന്ന് തോന്നുന്നു. ആന നല്ല തലട്ടാട്ടലാണ്. ആനക്ക് എന്തോ സുഖമല്ലാന്ന് തോന്നുന്നു. ഈ സുഖമെല്ലാം നമുക്ക് വെറുതെ പറയാനാണ്, കുഴപ്പമൊന്നുമില്ല. ആനക്ക് ആന ജസ്റ്റ് കളിക്കുകയാണ് കുളിക്കുമ്പോൾ. പിന്നെ ആനെ കൊണ്ടുപോകും കേട്ടോ, ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവാണ്. പാപ്പം വരാൻ വേണ്ടി പറയണൊക്കെ ഉണ്ട്. ആന മെല്ലെ വരുന്ന പാപ്പം വേമാന്നൊക്കെ പറയുന്നുണ്ട്. ആനെ കണ്ടപ്പോൾ ചെറിയൊരു പേടി ഉണ്ടാവും. അതുകൊണ്ടാട്ടോ കേസ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ മാറി മരത്തിൻ്റെ മറവിക്ക് വന്നത്.
എൻ്റെ തുണക്കാരൻ ആൻ്റെ പിന്നാലെ പോകും. ആന തിരിഞ്ഞു നോക്കും, ജസ്റ്റ് കണ്ണോട് നോക്കണമൊക്കെ ഉണ്ട്. പക്ഷെ ഓനിക്ക് പേടിയില്ലാതെ എന്നാലും പോകണമൊക്കെ ഉണ്ട്. അവൻ തിരിച്ചു വരുന്നുണ്ട്. ഗൈസ് അതാണ് ആന എന്നൊക്കെ പറയണത്. നമുക്കൊന്നും അറിയില്ലല്ലോ ആനയാണ്. അതിന് വേറെ ഗൈസ് ആന പോകുമ്പോൾ അവിടെ നിൽക്കണ അവിടെ നിൽക്കുന്ന ആൾക്കാർ ആനനെ വരുമ്പോൾ പേടിച്ചിട്ട് മാറണമൊക്കെ ഉണ്ട്. കണ്ടില്ല ഗൈസ്? രണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയിരുന്നത് ഓല് ഇങ്ങോട്ട് വരുമ്പോൾ ആ പെണ്ണിപ്പോൾ കുരിശൊക്കെ വരയ്ക്കുന്നുണ്ട് പേടിച്ചിട്ട്. ആനൻ്റെ പിന്നാലെ അതാ ഒരു പട്ടിയും പോകുന്നുണ്ട് ഗൈസ്. ആനനെ പട്ടിക്കാണെന്ന് തോന്നുന്നു. പോകുന്നു മണം പിടിച്ച് ഇത് തുണക്കാരൻ്റെ മുന്നിലൂടെ പോയി. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്കാട്ടോ പോയോക്കാം, അല്ലത് ആ സൈഡിലൂടെ മുന്നിലേക്ക് അവിടേക്കാട്ടോ നമ്മൾ പോണത്. ഗൈസ് ഇതാണ് വരിക്കാശ്ശേരി മന ഗൈസ്. വരിക്കാശ്ശേരി മന ഫ്രണ്ട് ഭാഗം. ഇവിടെ നിന്നാണ് മറ്റേ സൈലോക്കിൽ മറ്റേ ഉള്ളിൽ കിടക്കുന്ന ചെങ്ങായിക്ക് വയ്യായിട്ട് അണ്ണന് വയ്യായിട്ട് ഫുഡ് കൊണ്ട് കൊടുക്കാൻ നേരത്തെ മറ്റേ പോലെ ചോദിക്കില്ല അത് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് ഫുഡ് കൊണ്ട് പോകണ ചാത്തൻ സേവ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണേ. പിന്നെ ഇത് മേലേക്ക് പോകാതെ കറങ്ങിയിട്ടുള്ള സ്റ്റെപ്പാണ് ഗൈസ്. ഇതിലാണ് പയ്യാരത്ത് പത്മനാഭൻ നായരിൽ മറ്റേ ആ നിധി കൊണ്ട് തള്ള ഓടുമ്പോൾ വീഴുന്ന സ്ഥലം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോകട്ടെ. ഇവിടുന്ന് കുറച്ച് സ്പീഡ് കൊടുത്തതാണ് ഇങ്ങനെ. അവിടേക്ക് എത്തുമ്പോൾ പിന്നെ കുറച്ച് സ്പീഡ് കുറക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഇപ്പോൾ കാണാമല്ല, അതുകൊണ്ടാട്ടോ ഗൈസ്. ഞാൻ അതിൽ കാണേണ്ട വെച്ച് വന്നപ്പോൾ നേരെ എടുത്ത് പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നും അധികം കാണാനും കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ മേലെ. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാനല്ല കേട്ടോ. ഇനി പുറത്തേക്ക് പോയിട്ട് ഈ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സ്വന്തം വരിക്കാശ്ശേരി മന ഗൈസ്. നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒന്നുമല്ല, അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് വരിക്കാശ്ശേരി മന. തുണക്കാന്മാരൊക്കെ നോക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ എന്താ ഇത് തുണക്കാൻ ചിരിച്ചാൽ കാരണം വെച്ചാൽ അവിടെ വീഡിയോയിൽ ഫസ്റ്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് എടുത്തപ്പോൾ ഒരു കുട്ടിയെ കണ്ടില്ലേ? ആ കുട്ടി നിൽക്കുന്ന കറക്റ്റ് സ്ഥലം. കുട്ടി മാറിയൊക്കെ തെങ്ങുമെന്ന് തേങ്ങ കൊണ്ടോ ഗൈസ്. അതാണ് അങ്ങനെ ചിരിക്കാൻ കാരണം. പിന്നെ അവിടെ ആയുസ് കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. അതിന് പിന്നെ വോയിസ് കട്ട് ചെയ്തതുകൊണ്ട് കേൾക്കണില്ല. പിന്നെ ഗൈസ് നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങി പോവാം കേട്ടോ. അപ്പോൾ ഇനി താഴത്തേക്ക് ഇറങ്ങി പോവാം. നല്ല അവിടെ എനിക്ക് നോക്കാൻ പറഞ്ഞു നല്ല മരത്തിൻ്റെ ഒരു പൊടികളാണ്. അപ്പോൾ മരത്തിൻ്റെ അങ്ങനെ കാട്ടിത്തന്നേ ഉള്ളൂ കേട്ടോ. അത് നടക്കുമ്പോൾ അലാക്കിൻ്റെ സൗണ്ട് ആയിരുന്നു മരത്തിൻ്റെ. അതും കൂടി ഇറങ്ങി പോകുമ്പോൾ പിന്നെ അത് വോയിസ് കിട്ടിയോണ്ട് കേൾക്കൂല. പിന്നെ അവിടെ കണ്ട ഒരു കിണറാണ്, ആ സൈഡിലാണ് ഗ്രില്ലിട്ട് മൂടിയൊക്കെയാണ്. ഇതാണ് വരിക്കാശ്ശേരി മന. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് വരിക്കാശ്ശേരി മനയുടെ കാഴ്ച കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.